എടാ തുമ്മുമ്പോ മൂക്കി കൈവച്ച് തുമ്മ്. നിന്റെ തുമ്മലിന്റെ ശക്തി കൊണ്ട് എന്റെ പൂട പറഞ്ഞു പോകും. സംശയമുണ്ടോ? ഞാൻ ഇപ്പൊ തന്നെ കോഫ് സിറപ്പ് കൊണ്ടുവരാം. അല്ല, ഇത് മുഴുവൻ തീർന്നു പോയല്ലോ. കോഫ് സിറപ്പ് മുഴുവനും തീർന്നു പോയി. നമുക്ക് ഗന്ന സാറിന്റെ വീട്ടിൽ പോയി വാങ്ങിച്ചോണ്ട് വരാം. ഗന്ന സാറ് ബാങ്കിലെ പണിവിട്ടിട്ട് ഇപ്പോ മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയിരിക്കുകയാണോ? അങ്ങേരുടെ വീട്ടില് കാഫ് സിറപ്പ് ഉണ്ടാകും. അത് ശരി. അപ്പൊ കപ്പ് സിറപ്പ് വിൽക്കുന്ന കട തുടങ്ങിയിരിക്കുക. ബനി, ഇവനെ മര്യാദക്ക് വിളിച്ചോണ്ട് പോ, അല്ലെങ്കിൽ ഇവനെ പല്ല് ഞാൻ അടിച്ച് കൊഴിക്കും. പിന്നെ വല്ല ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി പല്ല് വെക്കേണ്ടി വരും. നമ്മുടെ ജലദോഷം കാരണം ഇവന്മാരുടെ കഥ തീരുമെന്നാ തോന്നുന്നേ. ഇവന്മാരുടെ ഈ അസുഖം ഭേദമാകുന്നത് വരെ ഞാൻ കൂട് വിട്ട് വെളിയെ വരില്ല. പേഴ്സണാലിറ്റി ചേഞ്ച് ആക്കുന്ന ഈ മരുന്ന് ബോട്ടിലിന്റെ പുറത്ത് ചുമയ്ക്കുള്ള മരുന്നെന്ന് എഴുതി വെക്കാം. അപ്പൊ ആരും ഇത് മോഷ്ടിക്കില്ല. ഇനി ആരെങ്കിലും ഇതെടുത്ത് കുടിക്കുകയാണെങ്കിൽ കുടിക്കുന്ന ആളുടെ പേഴ്സണാലിറ്റി അടുത്ത് നിൽക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് പോകും. കാശുണ്ടാക്കാനായി ജനങ്ങളെല്ലാം മൽപിടുത്തം, മുത്തശ്ശന്റെ മരുന്നുകളെല്ലാം അതിശയ കണ്ടുപിടുത്തം. ആ കൈയടിക്കേ. ആരുമില്ലല്ലോ, ഞാൻ തന്നെ എനിക്ക് വേണ്ടി കൈയടിച്ചു കളയാം. കൊച്ചളിയ, അസുഖം നമുക്കല്ലേ, പിന്നെന്തിനാ കിറ്റി മുഖം പൊത്തിയിരിക്കുന്നേ? കഴുതേ, അസുഖം എനിക്ക് പകരാതിരിക്കാൻ വേണ്ടിയാ. കിറ്റി, ചുമക്കുള്ള മരുന്നുണ്ടോ? ഉണ്ട്, അത് കബോർഡിൽ തന്നെ ഉണ്ടാവും. അത് കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടേക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ. ഇത്രയധികം മരുന്നുകളിൽ നമ്മളെ മരുന്ന് ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അല്ല, ചുമക്കുള്ള മരുന്ന് ഏതാണ്? അടിപൊളി. എഴുതിയത് കണ്ടില്ലേ? ചുമക്കുള്ള മരുന്നാ. യു ആർ സോ സ്മാർട്ട് ബണ്ണി. എനിക്ക് നിന്നെ പോലെ സ്മാർട്ട് ആകണം. അതെ, എനിക്ക് നിന്നെ പോലെ മണ്ടനാവണം. പിന്നെ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. കൊച്ചളിയ, എനിക്ക് വല്ലാതെ തല കറങ്ങുന്നു. അത് നിന്റെ തലയ്ക്കകത്തൊന്നും ഇല്ലാത്തോണ്ടാ. എന്തൊരു കറക്കായത്! സത്യം പറഞ്ഞാൽ കറങ്ങുന്ന ഭൂമിയെ സമ്മതിച്ചേ പറ്റൂ. കൊച്ചളിയ, എടാ ഹണി, നീ അകത്ത് പോയി ഡസ്റ്റ്ബിൻ എടുത്തോണ്ട് വാ. ഞാനിതിന് കൊണ്ടുവരണം. ഞങ്ങൾക്കറിയാടാ, നീ ജോലിക്കള്ളനാ. അതുകൊണ്ടാ ഞങ്ങൾ ഹണിയോട് പറഞ്ഞത്. എടാ കള്ളത്തത്തെ, ബണി ഞാനാണ്. ഹണി, ഞങ്ങളെ വട്ടന്മാരാക്കരുത്. കൊച്ചളിയ, ഇവന് പണ്ടേ വട്ട് തന്നെയാണ്. അതുകൊണ്ടാ ഇവനെ കളയാനായിട്ട് ഇവൻ തന്നെ ഡസ്റ്റ്ബിൻ ചോദിക്കുന്നത്. നിനക്കെന്താടാ വട്ട് പിടിച്ചോ? ഹോയ്, ഒരുപാട് ആളാവല്ലേ. ആളായ നിന്റെ പണി ഞാൻ തീർക്കും. സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണം, മനസ്സിലായോ നിനക്ക്? അത് ശരി, ബണ്ണിയോടൊപ്പം കൂട്ടം കൂടിയതുകൊണ്ട് നിനക്കിപ്പോ മുൻകോപം കൂടിയല്ലേ? എന്നെ നോക്കി ചിരിക്കുക.
അടിച്ചു പൊളിച്ചു തിമിർത്തു. എന്റെ ഹണി നീ ജോർദാറിനെ അടിച്ചു തുരത്തിയല്ലോ. നിക്കേ, നിനക്ക് 2 തരം ബാക്കിയുണ്ട്. ഓഷ്. കൊച്ചളിയ അളിയന് അവന് നല്ല പേടിയുണ്ട്. അവൻ എങ്ങനെ പറന്നു പോയെന്ന് കണ്ടോ? ദാ ഇങ്ങനെ. ചോക്ലേറ്റിന് എത്രയാ? 20 രൂപയാ. 2 താ. ഡോണറ്റ് എത്രയാ? 40 രൂപയാ. ഈ ചോക്ലേറ്റ് വെച്ചിട്ട് ആ ഡോണറ്റ് ഇതാ. 40 രൂപ എടുക്കേ. ഏതിന്റെ കാശ്? ഡോണറ്റിന്. അതിന് പകരല്ലേ ഞാൻ ചോക്ലേറ്റ് തന്ന. എന്നാ ചോക്ലേറ്റിന് 40 രൂപ എടുക്കേ. അതിന് ഞാൻ ചോക്ലേറ്റ് തിരിച്ചു തന്നല്ലോ. പപ്പാ, ഇവനാണ് ബണ്ണി. ഇന്നലെ ഇവൻ എന്നെ ഒരുപാട് പേടിപ്പിച്ചു. ഞാൻ എപ്പോഴാ നിന്നെ പേടിപ്പെടുത്തിയത്? ഇന്നലെ എന്റെ ചോക്ലേറ്റ് നീ കാരണമാ താഴെ വീണത്. ഞാൻ ബണ്ണിയല്ല, ഹണിയാണ്. എന്നെ പേടിച്ച് നീ പേര് മാറ്റി പറയണോ? എനിക്കിവനെ നല്ല ഓർമ്മയുണ്ട്. ഇവൻ ബണ്ണി തന്നെയാ. ഹേയ്, ഓടിക്കോ. ഞാൻ ഹണിയാണ്. ഞാൻ ആരെയും അടിക്കില്ല. നിനക്ക് എന്താ സംഭവിച്ചത് ബണ്ണി? ഞാൻ ബണ്ണിയല്ല, ഹണിയാണ്. ആ കോഴികളോടും ഞാൻ ഇത് തന്നെയാ പറഞ്ഞത്. എന്നിട്ട് അവരെന്നെ തല്ലി. കോഴികൾ എന്തിനാ നിന്നെ തല്ലിയേ? ആ കോഴിക്കുഞ്ഞിനെ പേടിപ്പെടുത്തിയത് ഞാനാ. നീ എന്തായി പറയുന്നത്? ഞാൻ ഇന്നലെ കണ്ടതാണ്. ഇന്നലെ കോഴിക്കുഞ്ഞിനെ പേടിപ്പിച്ചത് ബന്നിയാണ്. അത് തന്നെയാ പറയുന്നേ, ബണ്ണി ഞാനാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹണി, നീ കടക്കാരനെ പറ്റിച്ചിട്ട് ഡോണറ്റ് വാങ്ങിച്ചിട്ട് വന്നായിരുന്നോ? ഇയാൾ കള്ളം പറയണം മാഡം. മേടിച്ചിരുന്നു, പക്ഷെ ഈ ബണ്ണി കൂടെ ഉണ്ടായിരുന്നില്ല. എന്നെ ബണ്ണി എന്ന് പറയാ മാഡം. ഞാൻ ഹണിയാണ്. ബണ്ണി, നിന്റെ കളിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ എന്താ ചെയ്തത് മാഡം? ഞാൻ സംസാരിക്കുന്നത് ബണ്ണിയോടാണ്. ഞാൻ തന്നെ ബണ്ണി. ഓഷ്. ഓ, ഞാനും പോപ്പട്ടല്ല. ഇന്ന് നിങ്ങൾ രണ്ടുപേരെയും തല്ലി ചതച്ച് ചമ്മന്തിയാക്കാൻ പോവുകയാണ്. സംശയമുണ്ടോ? സോറി മാഡം, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നിക്കണം. കൊച്ചലിയാ. നിർത്ത്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? രാവിലെ മുതൽ ഇവന്മാരുകാരന് തലയ്ക്ക് വട്ടുപിടിച്ചിരിക്കുക. ഹണി ബണി ഇപ്പൊ ബണി ഹണിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിൽ മാറാൻ എന്താ ഇരിക്കുന്നേ? ഞാൻ ബണിയാണ്. ഞാൻ ഹണിയാണ്. ഇതിൽ എന്തോ പ്രശ്നമുണ്ട്. ചേട്ടാ, നിങ്ങൾക്ക് തരാനുള്ള പൈസ തന്നു കഴിഞ്ഞല്ലോ. നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്ക്. ഇവർ രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? അറിയില്ല മാഡം. രാവിലെ ഖന്ന സാറിന്റെ വീട്ടിൽ പോയി ചുമക്കുള്ള മരുന്ന് കുടിച്ച് വന്നതിന് ശേഷം രണ്ടുപേരും ഇതുപോലെ തന്നെയാ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഇവർ അവിടെ പോയി വേറെ എന്തോ കുടിച്ചു എന്നാണ്. ഞങ്ങൾ ചുമക്കുള്ള മരുന്ന് മാത്രമേ കുടിച്ചുള്ളൂ. വേറെ കുടിക്കാനായിട്ട് അവരൊന്നും തന്നില്ല. നമുക്ക് കന്ന സാറിന്റെ വീട്ടിലേക്ക് പോകാം. എന്താണെന്ന് അപ്പ അറിയാൻ കഴിയും. ഓ എന്റെ അമ്മച്ചി, തൃശൂർ പൂരത്തിൽ വെടിക്കെട്ട് പൊടി പൊടിച്ചു. ഈ ചുമക്കുള്ള മരുന്ന് ആര് കുടിച്ചു? കൈയടിക്കേ. ഹണ്ണിയും ബണ്ണിയും വന്നിരുന്നു. അവരാ കുടിച്ചത്. ഓടിയത് കൊണ്ട് കുട്ടിയെ പട്ടി കടിച്ചു. ഈ പേഴ്സണാലിറ്റി മാറ്റുന്ന മരുന്ന് എന്തിനവർ കുടിച്ചു? ആ കൈയടിക്കേ. ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ മുഴുവൻ മനസ്സിലായത്. ആ മരുന്ന് മുഴുവൻ കുടിച്ചത് ഹണി ബണിയാണ്. ഇപ്പൊ ഇവർ കാരണം പ്രശ്നങ്ങൾ കൂടി വരികയാണ്. ഞങ്ങൾ ആലോചിക്കായിരുന്നു ഹണി ബനി ബനി ഹണിയായി മാറിയത് എങ്ങനെയാണെന്ന്. സർ, ഇങ്ങനെയുള്ള മരുന്നൊക്കെ എന്തിനാ വീട്ടിനകത്ത് വെച്ചിരിക്കുന്നത്? ഇത് ഖന്ന സാറിന്റെ മുത്തശ്ശന്റെ എക്സ്പെരിമെന്റ് ആണ്. ഇനി ഇവർക്ക് എന്താണ് സംഭവിക്കുക? ഇതിനുള്ള മറുമരുന്നും മുത്തച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിച്ചു പൊളിച്ചു തിമിർത്തോ. ഇനി അത് അവരെ കുടിപ്പിക്കാനായിട്ട് ജ്യോതിഷന്റെ അടുത്ത് പോയി നല്ല സമയമായിട്ട് വരണോ? ഇതാ.
ഇവർക്ക് എന്താ സംഭവിച്ചത്? മരുന്നിന്റെ റിയാക്ഷൻ ആണ്. ഇപ്പൊ ശരിയായിക്കോളും. കൈയടിക്ക്. കൊച്ചളിയ എന്റെ തലേന്തിനെ എങ്ങനെ ചുറ്റുന്നത്? പറഞ്ഞു തരാം. എന്നാൽ അതിനു മുമ്പായിട്ട് എന്തിനാ എന്റെ തല ഇറങ്ങുന്നത് പറ. എന്നെ കാണാൻ ഇപ്പൊ ഹണിയെ പോലെ ഉണ്ടല്ലോ. കഴുതേ, ഇപ്പൊ നീ ഹണി തന്നെയാണ്. ക്രിക്കറ്റിലെ എല്ലാ റെക്കോർഡുകളും സച്ചിന് സ്വന്തമായി. ഹണി ബണിയുടെ രോഗം ഇപ്പോൾ ഭേദമായി. കൈയടിക്ക്.